മഞ്ചേരി കോളേജ് കുന്നിൽ 150ഓളം കുടുംബങ്ങൾ ആശ്രയിക്കുന്ന പൊതുകിണറിന് സമീപം കക്കൂസ് മാലിന്യം തള്ളി. ഈ പ്രദേശങ്ങളിൽ മാലിന്യം തള്ളുന്നത് സ്ഥിരം കാഴ്ചയാണെന്ന് നാട്ടുകാർ പറഞ്ഞു. ജലലഭ്യത നിങ്ങൾക്കൊരു പ്രശ്നമാണോ? ഗവൺമെന്റ് അംഗീകൃത ബോർവെൽ ഏജൻസിയായ മദീന ബോർവെൽസ് ഇനി നിങ്ങൾക്കൊപ്പമുണ്ട്. മദീന ബോർവെൽസ്, പാണ്ടിക്കാട്, പെരിന്തൽമണ്ണ, കൊപ്പം. വേനൽ കടുത്തതോടെ കുടിവെള്ളക്ഷാമവും രൂക്ഷമായിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലാണ് മഞ്ചേരി കോളേജ് കുന്നിലെ പൊതുകിണറിന് സമീപം കക്കൂസ് മാലിന്യം തള്ളി പ്രദേശത്തുകാരെ ദുരിതത്തിലാക്കിയിരിക്കുന്നത്. ഏറ്റവും ഉയർന്ന പ്രദേശമായ ഇവിടെ കുടിവെള്ളക്ഷാമവും രൂക്ഷമാണ്. ഇതുകാരണത്താൽ ഇവിടുത്തുകാർ കൂടുതലും ആശ്രയിക്കുന്നത് ഈ പൊതുകിണറിനെയാണ്. ഏകദേശം 150ഓളം കുടുംബങ്ങൾ ഈ കിണറിൽ നിന്നും മോട്ടോർ ഉപയോഗിച്ച് വെള്ളം എടുക്കുന്നുണ്ടെന്നാണ് പ്രദേശവാസികൾ പറയുന്നത്. ഇവിടെ നമ്മളെ കോളേജ് കുന്ന് പ്രദേശത്ത് ഏറ്റവും ഉയർന്ന പ്രദേശമാണ് കോളേജ് കുന്ന്. കുടിവെള്ള പ്രശ്നത്തിന് ഏറ്റവും ഉയർന്ന പ്രദേശമാണ്. വെള്ളം കിട്ടാത്ത സ്ഥലമാണ്. ഒരു കിണർ കുത്തിയാലോ അല്ലെങ്കിൽ കിണർ കിട്ടിയാലോ കുടിവെള്ളം കിട്ടാത്ത സ്ഥലമാണ് കോളേജ് കുന്ന്. ആ ഒരു കോളേജ് കുന്നിന്റെ ഭാഗമായി കവളങ്ങാട് ബൈപ്പാസിൽ ഒരു കിണറിൽ നിന്നാണ് 150ഓളം കുടുംബങ്ങൾ വെള്ളം കുടിക്കുന്നത്. ഇവിടുന്ന് താഴ്ന്ന് വെള്ളം അടിച്ച് മോട്ടർ അടിച്ചുകൊണ്ട് മുകളിൽ പിന്നെ രാവിലെ അല്ലെങ്കിൽ വൈകിട്ട് വെള്ളം കൊടുത്തുകൊണ്ടാണ് ഈ കോളേജിന്റെ പ്രദേശത്ത് വെള്ളം ഉപയോഗിക്കുന്നത്. ആ വെള്ളം ഉപയോഗിക്കുന്ന കിണറിന്റെ പ്രദേശത്ത് കക്കൂസ് മാലിന്യം കൊടുത്ത് തള്ളിയിരിക്കുകയാണ്. ഭയങ്കര ഒരു പ്രയാസപ്പെട്ട ഒരു കാര്യമാണ് ചെയ്തിട്ടുള്ളത്. ഇതിനെതിരെ കർശനമായി ഈ കക്കൂസ് മാലിന്യം തള്ളിയുള്ള കർശനമായി തള്ളിയവരെ നിയമ നടപടി പോലീസ് നടപടി എടുത്തിട്ടും മഞ്ചേരി നഗരസഭ ഇടപെട്ടുകൊണ്ട് അതിന് പരമാവധി ഉള്ള ശിക്ഷാ നടപടി കൊടുത്താലേ ഇനി ഈ മാലിന്യങ്ങൾ തള്ളാത്ത രീതിയോടെ ഉണ്ടാവുള്ളൂ. ഈ പ്രദേശങ്ങളിൽ മറ്റു മാലിന്യങ്ങൾ സ്ഥിരമായി തള്ളുന്നതും പതിവാണെന്ന് നാട്ടുകാർ ആരോപിക്കുന്നു. നഗരസഭ മുൻകൈയെടുത്ത് ഈ പ്രദേശങ്ങളിൽ ക്യാമറ സ്ഥാപിക്കണമെന്നും ഇത്തരം പ്രവൃത്തി ചെയ്യുന്ന സാമൂഹ്യ വിരുദ്ധരെ കണ്ടെത്തണമെന്നുമാണ് പ്രദേശവാസികളുടെ ആവശ്യം. നമ്മുടെ ഈ NSS കോളേജിന്റെ മുകൾക്ക് പാവപ്പെട്ട കുടുംബങ്ങളാണ് താമസിക്കുന്നത്. ആ ഭാഗത്തേക്കുള്ള കുടിവെള്ളം ഇവിടുന്നാണ് സപ്ലൈ ചെയ്യുന്നത്. അതിലുപരി കോളേജ് കുന്ന് മഹല്ല്, നമ്മുടെ ജുമായ നടക്കുന്ന മഹല്ല്, പള്ളി, ആ ഹൗദിലേക്ക് ഒതുണ്ടാക്കാനുള്ള വെള്ളം പോകുന്ന ഇവിടുന്നാണ്. എന്റെ ആദ്യ പ്രതിഷേധം എന്താണല്ലേ, വെള്ളക്ഷാമം രൂക്ഷമായ ഒരു ഘട്ടത്തിലും ഇവിടെ കുടിവെള്ളം സപ്ലൈ ചെയ്യുന്ന ഈ ഒരു വഖഫ് ചെയ്തൊരു സുഹൃത്താണ് ഈ സ്ഥലം. അവിടുന്നാണ് നമ്മൾ കിണർ കുത്തിയിട്ടപ്പോ പിന്നെ രാവിലെ വൈകുന്നേരമായിട്ട് വെള്ളം സപ്ലൈ ചെയ്യുന്നത്. അതിലുപരി ഇവിടെ മാലിന്യങ്ങൾ കണ്ടമാനം ബൈപ്പാസിലും അവിടെ ഇവിടെയും കൊണ്ടുപോയി തട്ടുണ്ട്. നമ്മൾ അതില് ഈ പിന്നെ ഉദ്യോഗസ്ഥന്മാര്, പ്രത്യേകിച്ചും മഞ്ചേരി മുനിസിപ്പാലിറ്റി ഉദ്യോഗസ്ഥന്മാര് പ്രത്യേകം ശ്രദ്ധിക്കാനുള്ളത്, ഇവിടെ ഒരു ക്യാമറ സ്ഥാപിക്കണം. ഭാഗത്ത് എന്നും പറയും ക്യാമറ സ്ഥാപിക്കും. ഇവിടെ ഒരു ക്യാമറ ഈ ബൈപ്പാസ് കൂടി വെച്ചിട്ട് ആ വ്യക്തികളെ, ഇത്രയും സാമൂഹ്യ വിരുദ്ധരായ വ്യക്തികളെ പിടികൂടണമെന്നാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം. കാരണം നമ്മൾ നവർ മൈൻഡ് ആക്കി വിട്ടു കഴിഞ്ഞാൽ ഇനിയും ഇങ്ങനെയുള്ള വിഷയങ്ങൾ അവർ ആവർത്തിക്കും. അവരെ നിയമ നടപടിയായിട്ട് മഞ്ചേരി പോലീസ് സ്റ്റേഷനിൽ SI സാറും അതേപോലെ തന്നെ CS സാറും ഇവരൊക്കെ ഇടപെട്ടിട്ട് ഇത് എത്രയും പെട്ടെന്ന് പിടിപെടണം. ഇവിടെ നിരന്തരം ഈ വേസ്റ്റ് കൊണ്ടുവരുന്ന സ്ഥലമാണ് ഈ ബൈപ്പാസ് ഭാഗത്ത്. മണത്തിട്ട് ആയിക്കൂടി ആ ഭാഗത്ത് കൂടി പോകാൻ കഴിയില്ല. അതിലുപരി ഇപ്പൊ ഇന്നലെ രാത്രി ഇരുട്ടിന്റെ മറവില് നടത്തിയ ഒരു സാമൂഹ്യ വിരുദ്ധൻ, അദ്ദേഹത്തിന് എന്തായാലും പിടികൂടണം. അത് എന്റെ വ്യക്തിപരമായിട്ടും നമ്മളെ നാടിലുള്ള ഒരു രൂക്ഷമായ ഒരു എതിർപ്പും അതേപോലെ ഒരു അഭിപ്രായമാണ് എനിക്ക് പറയാനുള്ളത്. ഞാൻ പ്രിപ്പയർഡ് ആണ്, കോൺഫിഡന്റ്. നിന്റെ ഓരോ ചലനവും എനിക്ക് അന്നേ അറിയാമായിരുന്നു. Hey Liz, the baby's got your nose, cheeks and lips. നിന്റെ സോഫ്റ്റ് സ്കിൻ, കെയർ, കംഫർട്ടൊക്കെ ശ്രദ്ധിച്ച് നിന്നെ സംരക്ഷിക്കാൻ എനിക്കാവുന്ന പോലെ മറ്റാർക്ക് സാധിക്കും? നീ ഹെൽത്തിയായി, ഹാപ്പിയായി, സ്വതന്ത്രനായി വളരൂ. ഓരോ ചുവടിലും നിന്നോടൊപ്പം ഞാനുണ്ടെന്ന ധൈര്യത്തോടെ. Poppies, full of love.